വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മനുഷ്യരെ പല രീതിയിൽ ചൂഷണം ചെയ്യുന്ന ചില ആശ്രമങ്ങളുണ്ട്. അവിടെ നിന്ന് പെൺകുട്ടികളുടെ നിലവിളി ശബ്ദങ്ങളും കേൾക്കാം. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ആശ്രമത്തിലാണ് ദേശീയ തായ്ക്കൊണ്ടോ താരത്തെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. ലഡുവിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം പീഡിപ്പിച്ചെന്നാണ് പരാതി. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന കേസിൽ യുവതി പരാതി നൽകിയിട്ടും പോലീസ് നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. ജനുവരിയിലാണ് സംഭവം നടന്നത്. ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് പ്രതികൾ പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന് ഭയന്നതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്നാണ് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. ആശ്രമത്തിലെ മുഖ്യ പുരോഹിതനും മറ്റു ചിലരും ചേർന്ന് ആശ്രമത്തിലെത്തിച്ച് കൂട്ടബലാത്സംഗം ചെയ്തെന്നാണ് ആരോപണം. പഴയ വസ്ത്രങ്ങൾ വിൽക്കുന്ന കട തുടങ്ങാൻ സ്ഥലം അന്വേഷിക്കുന്നതിനിടെയാണ് പുരോഹിതനായ ഗോവിന്ദ് മഹത്തോയെ സമീപിച്ചത്. സ്ഥലം കണ്ടെത്താൻ സഹായിക്കാൻ കഴിയുന്ന സ്വാധീനമുള്ള ആളുകളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാണ് ഗോവിന്ദ് പെൺകുട്ടിയെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയത്. ആശ്രമത്തിനുള്ളിൽ വെച്ച് ഗോവിന്ദ് ഒരു ലഡ്ഡു നൽകിയെന്നും അത് കഴിച്ചതോടെ ബോധം നഷ്ടപ്പെട്ടതായും കായിക താരം പറയുന്നു. നാലുപേരാണ് തന്നെ പീഡിപ്പിച്ചതെന്നാണ് ദേശീയ തൈക്കൊണ്ടോ താരമായ പെൺകുട്ടി പറയുന്നത്. പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് അഡീഷണൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മഹേഷ് കുമാർ സ്ഥിരീകരിച്ചു. പെൺകുട്ടി ഒരു വീഡിയോയും സമർപ്പിച്ചിട്ടുണ്ട്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആശ്രമമുറി പോലീസ് സന്ദർശിച്ചു. അതേസമയം പെൺകുട്ടി പറയുന്ന സമയത്ത് പ്രയാഗ്രാജിൽ കുംഭമേളയിൽ പങ്കെടുക്കുകയായിരുന്നുവെന്നാണ് ആശ്രമത്തിലെ പുരോഹിതർ അവകാശപ്പെടുന്നത്. തെളിവായി ഫോട്ടോകളും വീഡിയോകളും പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ടെന്നാണ് അവരുടെ വിശദീകരണം. എല്ലാ വശങ്ങളും പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 ലക്നൗ.